ഹായ് ഗൈസ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ചെമ്മീൻ റോസ്റ്റ് വെക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ റൈസും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് നാളായി നമ്മൾ ടൊമാറ്റോ റൈസൊക്കെ ഒന്ന് വെച്ച് നോക്കണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമുക്ക് വെക്കാൻ പറ്റിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അതിനായിട്ട് തക്കാളിയും സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ വാവേനെ ഇങ്ങനെ പായലിരുത്തി കുറച്ച് കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആളവിടെ ഇരുന്ന് കളിക്കുവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വീഡിയോയും എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെക്കാൻ പോണത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൊരിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണതാണ്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കി സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ചെമ്മീൻ റോസ്റ്റിൻ്റെ. നമ്മൾ പയ്യെ ഇളക്കിക്കൊണ്ടിരിക്കണേണ്. ഇത് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി അതിലേക്ക് ഇടാനുണ്ട്. അങ്ങനെ നമ്മൾ ചെമ്മീൻ റോസ്റ്റിലേക്ക് നേരത്തെ കുറച്ച് മല്ലിയിലയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തുണ്ടാക്കിയാലും ഇതുപോലെ കുറച്ച് ഭംഗിയിലൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് നമ്മൾ ഡെക്കറേറ്റൊക്കെ ചെയ്ത് മാറ്റി വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. ഇത് നമ്മൾ അടുത്തായിട്ട് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്കതിൻ്റെ പണികളിലേക്ക് പോവാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് അരിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട്. നമ്മൾ ആ കുതിർന്ന അരി വെള്ളം പോകാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ചൂടായതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ ഒക്കെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സവാള ഇനി മൊരിയുന്ന വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നെയ്യ് മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമുക്ക് സവാള ഒന്നുകൂടി മൊരിയാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കണ സവാള, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് മല്ലിയില എല്ലാം ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിയിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി നമ്മൾ എടുത്ത് മാറ്റി വെച്ചതാണ്. ആ അരി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം തന്നെ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു. ആ അരി ഇനി നമ്മൾ സവാളയും തക്കാളിയും കൂടി വഴറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതെല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് അരിയിലെല്ലാം നമ്മൾ നേരത്തെ വഴറ്റിയതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളത്തിൽ ആണ് നമ്മുടെ അരി വേവിക്കാൻ വെക്കണത്. ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിസിൽ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി റൈസ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. റൈസ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വെന്ത് പോകാനും പാടില്ല. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെച്ചത് കറക്റ്റായിരുന്നു കേട്ടോ. നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ റൈസെല്ലാം പ്ലേറ്റിലേക്ക് ആക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വിചാരിച്ച പോലെയല്ല. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മുടെ റൈസും നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ഒക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. എല്ലാവരും ഇനി കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു റൈസ് എങ്ങനെയാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈസ് റെഡി ആയിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ടൈം ഒരുപാടായി. 10-11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കഴിക്കാൻ പോണേണ്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോണേണ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.